जब चलते चलते राह मुड़े, जब जुगनू मुट्ठी खोल उड़े, जब नैन ये तोड़े रूल सभी और खुल के कर ले भूल सभी, भूल सभी, भूल सभी। तो अटक गया है ये मन, अटक गया है, कुछ चटक गया है ये मन, अटक गया है। तो अटक गया है ये मन, अटक गया है, कुछ चटक गया है ये मन, अटक गया है। कभी झील है तू और कभी यादों की नाव है, तू ही दिल का किनारा मेरा। कभी धूप है तू और कभी तारों की छाँव है, सारा ही है सहारा मेरा। जब बाकी दुनिया धुंधली लगे, जब रात भी उजली उजली लगे, जब दिल को दुआ मालूम पड़े और धड़कन झट से बूम करे, बूम करे, बूम करे। तो अटक गया है ये मन, अटक गया है, कुछ चटक गया है ये मन, अटक गया है। Every now and then, for eternity, God bless the day when He gave me you. Every now and then, for a lifetime, I bless this day and cherish your faith in me. Pray with you, walk with you, stay with you until the end. I'm gonna laugh with you, cry with you, breathe with you all my days. The road may be rough, vague and dark, bleak and tough, I promise to cherish you with all my heart. In all my dreams, my earnest hope, I wish you well every minute, every day. In all my dreams, my dearest friend, may the Lord protect you in every way. I'm gonna pray with you, walk with you, stay with you until the end. I'm gonna laugh with you, cry with you, breathe with you all my days. The road may be ചെയ്യേണ്ടു നിനക്കേ
കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാമോടെ സ്തുതി പാടിടുന്നേ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നി ദയനന്തം വന്ദനമേ ദേവ പൊന്നി ദയനന്തം വന്ദനമേ അന്ത്യം യുള്ള മകശാക്കി പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. ആകാശവും ഇന്ധനവാദവും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകൾക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവ് പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യശക്തിയും എന്നേക്കും നിനക്കുള്ളതാണ്. കരുണിവാനും പരിശുദ്ധനുമായ നല്ല കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമായ കർത്താവെ, കുടുംബ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളെ നീ പഠിപ്പിക്കുകയും കർത്താവ് ആ നിയോഗം കർത്താവ് നിന്റെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കർത്താവിലെ ആ നിയോഗത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തലമുണക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട പൈതലിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുടുംബജീവിതം ദൈവത്തിൻ്റെ ദാനമാണല്ലോ, ദൈവത്തിൻ്റെ ഒരു വിളിയാണല്ലോ, നിയോഗമാണല്ലോ. അത് എപ്പോഴും ഓർക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ കുദാശയിലൂടെ ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട മകൻ പ്രവേശിക്കുകയാണല്ലോ. ദൈവമായ കർത്താവ് വലിയ ഉത്തരവാദിത്തമാണ്. ദൈവകൃപയോട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് നന്നായി കുടുംബജീവൻ നയിപ്പാൻ പ്രിയപ്പെട്ട മകനെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആ വലിയ നിയോഗത്തിൽ കർത്താവ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയമെന്ന്, ക്രൂസിലെ സ്നേഹമാണ് കർത്താവ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ഓർക്കുവാൻ, അതിനനുസരിച്ച് കർത്താവ് തനിക്കായി നൽകപ്പെട്ട പങ്കാളിയുമായി നന്നായി കുടുംബജീവിതം കർത്താവ് നയിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മകനെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേതൃത്വം നൽകുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി പ്രിയപ്പെട്ട മകന് വേണ്ടി ഒരുക്കപ്പെട്ടതായ മകളെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എങ്ങനെ സഭയെ സ്നേഹിച്ചു അതുപോലെ കർത്താവെ സ്നേഹിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മക്കളെ ഇരുവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങൾ ജനിച്ചവർ ഒരേ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ദൈവമായ കർത്താവ് നീയാണ് ഞങ്ങളുടെ നേതൃത്വവും ഞങ്ങളുടെ മാതൃകയെന്നും അപ്പോഴും ഓർക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട പൈതലിനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഇപ്പോൾ കർത്താവ് വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കർത്താവ് പ്രിയപ്പെട്ട പൈതലിനെ പ്രാർത്ഥിച്ചയക്കുന്നു. ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം കൂടിയിരിക്കണം. ദൈവമായ കർത്താവെ, ദേവാലയത്തിലേക്കുള്ള പോക്കിലും ശുശ്രൂഷയിലും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും തിരു സാന്നിധ്യവും ദൈവകൃപയെ അനുഭവിപ്പാനിടയായിട്ട് നിർവഹിക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഇതിനെ പോലെ ഗുരുവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകൾ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷിച്ചു കൊള്ളണമേ. എന്നുള്ള ആ രാജ്യ ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമീൻ. പിതാവും പരിശുദ്ധമായ ദൈവത്തിന്റെ അനുഗ്രഹവാസമുണ്ട്. ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തെ ഉപേക്ഷിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഇന്ന് നീക്കുണ്ടായിരിക്കും. मैं ज़मीं तू आसमां, मैं दाग हूँ तू चांद सा, तू बारिश है मेरे तू हूँ मैं धुन कोई तू राग सा। मैं ज़मीं तू आसमां, मैं दाग हूँ तू चांद सा, तू बारिश है मेरे तू हूँ मैं धुन कोई तू राग सा। मैनू अपना बना ले मेरी हीरिए, मैनू अपना बना ले मेरी हीरिए, मैं रहना है तेरा बन के। बूहे बारियां है बूहे बारियां, बूहे बारियां ते नाले कंधा टप के, तू आ जावी हवा बन के। बूहे बारियां है बूहे बारियां, बूहे बारियां है बूहे बारियां। छू तुझे जैसे कोई चांद को छूना चाहे, चाहूं तुझे जैसे कोई बच्चा खिलौना चाहे। छू तुझे जैसे कोई चांद को छूना चाहे, चाहूं तुझे जैसे कोई। रिश्ता बनाए रखना, दो दिल मिलाए रखना, रिश्तों की डोरी जो तूने जोड़ी इससे टूटने न देना। रिश्ता बनाए रखना, दो दिल मिलाए रखना, रिश्तों की डोरी जो तूने जोड़ी इससे टूटने न देना। रिश्ता बनाए रखना। रिश्ता बुना, ये है दुआ ये ना हो जुदा, ये दुआ कबूल करना। रिश्ता बनाए
दिल मिलाए रखना। యెహోవనా మురళాలించెను, తన మహాదయను నన్ను గణించెను. యెహోవనా మురళాలించెను, తన మహాదయను నన్ను గణించెను. అహర్నిశలది నహీనుడగు నాదు హాయనెడు ధ్వని గ్రహించి మనిపెను. యెహోవనా మురళాలించెను, తన మహాదయను నన్ను గణించెను. అనీతి వస్త్రమెడలించెను, యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను, యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవనా మురళాలించెను, తన మహాదయను నన్ను గణించెను. విలాపములకు చెవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిపెను. యెహోవనా మురళాలించెను, తన మహాదయను నన్ను గణించెను.
പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും. ഭൂമിയുടെ മഹത്വത്തോടെ നിലനിൽക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പേര് വരുവാൻ കാരണമായ ദൈവമേ, ഈ ദിവസത്തിന്റെ കർത്താവേ ധന്യ നിമിഷത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ പ്രിയ കുടുംബത്തിന്റെ സന്തോഷ നിമിഷത്തിൽ കർത്താവെ നിന്റെ മുഖം അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകൾക്കായി ഭാഗ്യത്തിനായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ ജീവിതത്തിന്റെ പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ മകളെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ബാല്യകാലം മുതൽ കർത്താവെ ഈ പ്രായം വരെ നീ അവളെ കാത്തു പരിപാലിച്ചു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനും ക്രിസ്തീയ മൂല്യങ്ങൾ കർത്താവെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനും അതിനനുസൃതമായിട്ടുള്ള നല്ലൊരു ജോലിയിൽ പ്രവേശിപ്പാനൊക്കെ കർത്താവെ പ്രിയ മകളെ ഇത്രത്തോളം നീ സഹായിച്ചല്ലോ. അതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. ദൈവമായ കർത്താവെ ഇത്രത്തോളം പ്രിയ മകളുടെ വളർച്ചയിൽ കർത്താവെ മാതാപിതാക്കളുടെ സഹോദരിയുടെ കർത്താവെ ബന്ധുമിത്രാദികളുടെ ചാർച്ചക്കാരുടെ ഒക്കെ കർത്താവെ എല്ലാ കരുതലും കർത്താവെ നോട്ടവും എല്ലാം ഉണ്ടായിരുന്നതോർത്ത് സ്തോത്രം. ഇടവകയിൽ നിന്നും കർത്താവെ പ്രിയ മകൾ നല്ല ക്രിസ്ത്യ മൂല്യങ്ങളൊക്കെ കരസ്ഥമാക്കി കർത്താവെ അതെല്ലാം അവൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവമായ കർത്താവെ അവിടെ ജീവിതത്തിൽ അത് പ്രായോഗികതരത്തിൽ കൊണ്ടുവരുവാൻ പ്രിയ മകളെ നീ ഇവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ നിന്റെ പ്രിയ മകൾക്കായി ഒരുക്കപ്പെടുന്ന പ്രിയ മകനെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവരും കർത്താവെ വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്നവരാണ്. എന്നാൽ കർത്താവെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളല്ല, പിന്നെ ഉയരത്തിലെ ദൈവമാണ് അവരെ കൂട്ടിച്ചേർക്കുന്ന എന്ന ഉത്തമ ബോധത്തിൽ കർത്താവെ ഈ വിവാഹ കൂദാശ ശുശ്രൂഷയിൽ പ്രിയ മക്കൾ പങ്കാളികളാകുവാനും ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവവചനപ്രകാരമുള്ള കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവെ പ്രിയ മക്കൾ ഈ വിവാഹ കൂദാശ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന ദൃഢ തീരുമാനത്തിൽ പ്രിയ മക്കൾ വരുവാൻ തക്കവണ്ണം കർത്താവെ നീ അവരെ ബലപ്പെടുത്തണമേ. അതനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം കുടുംബാംഗങ്ങൾ കർത്താവെ അവരുടേതായിട്ടുള്ള എല്ലാ കർത്താവെ കൈത്താങ്ങൾ അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടവുകയായിട്ട് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും കർത്താവെ നീ ഇവിടുന്ന് ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ രണ്ട് കുടുംബങ്ങൾ കർത്താവെ ഇവിടെ ഒന്നിക്കുവാനായിട്ട് പോവുകയാണല്ലോ, രണ്ട് വ്യക്തികൾ ഒന്നിക്കുവാൻ പോവുകയാണല്ലോ. ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവരുടെ കുടുംബജീവിതത്തിൽ കൂടെ എന്തെല്ലാം കർത്താവെ ക്രിസ്തുവിന് ഉദ്ദേശമുണ്ട്, കർത്താവെ ഒരു മിഷൻ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി ശോഭിപ്പാൻ തക്കവണ്ണം നീ അവരെ ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടല്ലോ കർത്താവെ, അത് തെറ്റുകൂടാതെ വീഴ്ച കൂടാതെ കർത്താവെ നടപ്പിൽ വരുത്തുവാൻ കർത്താവെ എല്ലാ കൃപകൾ
കുടുംബാംഗങ്ങൾക്കും മറ്റ് ചുമതലപ്പെട്ട ആളുകൾക്കൊക്കെ കർത്താവെ നീ ഇവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ മനുഷ്യമായിട്ട് എന്തെങ്കിലും കർത്താവെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കാനാവിലെ കല്യാണത്തിൽ കർത്താവെ എപ്രകാരം ആ കുറവുകളൊക്കെ നീ എവിടുന്ന് നികത്തിയോ അതേ രീതിയിൽ കർത്താവെ ഈ കല്യാണത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകളെയും നീ എവിടുന്ന് മാറ്റണമേ. സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായി തീരുവാൻ, സ്വർഗം പ്രസാദിക്കുന്ന കർത്താവെ ഒരു ആരാധന ശുശ്രൂഷയായി തീരുവാൻ കർത്താവെ നീ ഇവിടുന്ന് ഇടവരുത്തണമേ. ആരാധനയിൽ കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പലരും കർത്താവെ വന്ന് സംബന്ധിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സാന്നിധ്യം പ്രാർത്ഥനയും കർത്താവെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രിയ മക്കൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതോർത്ത് കർത്താവെ സ്തോത്രം. കർത്താവെ വീണ്ടും വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന പ്രിയമകളെയും നിന്റെ പ്രിയമകൾക്കായി ഒരുക്കപ്പെടുന്ന പ്രിയമകനെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവകൃപയിൽ കർത്താവെ നിറഞ്ഞ് അവരുടെ ആയുഷ്കാലം മുഴുവൻ നിന്നെ സേവിക്കുവാൻ തക്കവണ്ണം അവരെ കർത്താവിനെ ബലപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആകാശവും ഭൂമി കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന സംബന്ധിച്ചുള്ളവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാതിരുദത്തിന്റെ കൃപകൾ വിവാഹ നിശ്ചയത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മക്കളോട് പ്രത്യേകമായി നിന്റെ മകളോട് പ്രിയപ്പെട്ടവരോടൊത്തു കൂടി ഒരു നേർക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇറങ്ങുമോ കേട്ടോ, നീ താമസിച്ചു ജോൺസൺ ഇറങ്ങുമോ?
let me welcome the members from Bhopal and all the well-wishers who have come in the name of the matrimony for our children. And let us look upon God Almighty for the blessings of the sacrament. So the marriage service in the Martha Church is divided into two parts. I would request everyone to observe what is happening, and we would lead this service with the grace of God. On this blessed occasion, let me welcome the former missionary, manager and principal of this campus and the institution, Venerable Dr. Sri Varghese Sachin, to bless the occasion, and all of the Achins who are joining along with Achin in solemnizing the sacrament. Now I would ask the choir to open the song, hymn number 319, Adiluava Nandi. ഞങ്ങളോട്
ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മനോരയ്ക്ക്
ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാത്ത ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കുന്ന സത്യമണവാളവനായുള്ളവയെ അന്യ വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാറിൽ നിന്ന് ശ്രേഷ്ഠ നടിപിടുകളാകുന്ന മാധുര്യവും ബിംബമുള്ളവരോടും വിശ്വാനുഗ്രഹിക്കണമേ. സത്യ സ്നേഹവും നിരപ്പും സമാധാനം ഭിന്നിച്ചു പോകാതെ ഐക്യത്തെ കൊണ്ട് ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യ നിർമ്മലായ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തേണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്ത്രീ സ്വാതന്ത്ര്യം ഇവയാൽ കരേറ്റുമാറാകണമേ. സന്തോഷങ്ങൾ പൂർത്തിമാക്കുവാനായി പിതാവിന്റെയും പുത്രന്റെയും ജീവനും നാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നിന്റെ വിവാഹത്തിന്റെ ലക്ഷ്യമായി ലോകത്തോടുകൂടെ കൃപയും നിന്റെ കരുണയും വാഴുവും പ്രാപിക്കുമാറാകട്ടെ. നന്മകളും വാഴുവും നിറഞ്ഞിരിക്കുന്ന കത്തുകരങ്ങൾ നിന്റെ ആയുഷ്കാലങ്ങളും നിന്നോടുകൂടി ഇരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യമായ നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധാസ്ത്രീയന്മാരുടെ കയ്യിൽ നിന്നതുപോലെ ബഹുമാനമുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്നും വിവാഹിച്ചതിന് ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്ക് തന്നെ പിതാവിനും തന്നെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും നിഗ്രഹിക്കുകയും ചെയ്യണം. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെ വിവാഹ നിശ്ചയം പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോദനങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷകൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരും മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മല
സൽപ്രവൃത്തിയാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിന് ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായി ഇവർക്ക് നൽകണമേ. ഈ കല്യാണ വിരുന്നിൽ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ പേരും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ദൈവം നൽകുന്നതിന്റെ സ്ലിപയാൽ ഇവരെ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങൾ എല്ലാവരുടെ പേരും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മർമ്മം ജ്ഞാനിച്ചു ലോകം ഞമ്മര നിന്നോടെന്നും ലക്ഷരാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനെ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മനെ ആയുധമെന്നെ ചാർത്തിനാൻ മാംസം രക്തം ബോധീരമായി ഇട്ടു തന്ന വീരമേ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ സകലവും തുല്യം ദൈവത്താൽ നീതിയിരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30 1 60 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടിയിരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. The first part being the blessing of the rings and the engagement service is done. Now, before we enter into the second part of the service, the blessing of the crown. Crown signifies the kingdom of God. And to elucidate more upon the marriage and upon the kingdom of God, we have asked the former principal and the person who had run beyond the mission, Reverend Koshin Kurian, to share a small homily to share about marriage life, not only to the couples, എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവജനം എന്ന് പ്രിയപ്പെട്ട അച്ഛൻ അറിയിക്കും. വായസംഘവും ദമ്പതികളും അല്പസമയം ഇരിക്കും. യു ക്യാൻ ടേക്ക് എ സ്മോൾ ബ്രേക്ക്. Joygoody Achan, Sunu Achan, and all the parish members, committee members, and all those who have come here to celebrate and to witness this matrimony. I am blessed to have this opportunity to say 2 words about marriage, matrimony, sacrament. I don't know how far my experience will feel or give a right path to the going to be newly wedded Shiji and Sherin. Shiji and Sherin, आप दोनों कैसे पढ़े? You are relaxed. Shiji, you are getting tensed. Absolutely, you have to get tensed. कोई दिक्कत नहीं. Both of you prayed, both the families prayed, है ना? और आप दोनों को किसने चुना? आप दोनों को आपने नहीं चुना. अले Shiji के पापा मम्मी I know very well. Shiji's family I know. Shiji I know very well. Jishi I know very well. And they are a very prayerful family. So from now onward, Sherin is getting married to Shiji. Then आपको एक responsibility बढ़ गई है ना? And Sherin, Shiji के लिए आपके लिए भी एक responsibility बढ़ गई है. क्या है responsibility? सुबह उठ के खाना बना के देना नहीं है responsibility. ले. 1 Peter chapter 3 verse 7.
describes about family life. Family life, what is family life? Genesis, we can see a family is grown there. A suitable companion is found there, suitable companion. It is not an unsuitable companion. And in the Genesis chapter, നമുക്ക് കാണാൻ പറ്റുന്നത് ആർക്കും ഇതുവരെ നയ ആശീർവാദമില്ല. The new blessing you got, God gave a new blessing, and the first blessing, that is, in Hebrew it is Paribar Rabuva Malu. Go forth and multiply yourself. That is the first blessing in the Bible, we can say. Now onwards, both of you are pure, and now, after in this holy matrimony ceremony, that blessing is being given to you. അല്ലേ? അത് വലിയൊരു ബ്ലെസ്സിങ്. ആ ബ്ലെസ്സിങ് ഏറ്റെടുക്കുവാനായിട്ടാണ് നിങ്ങൾ ഇന്ന് വെഡിങ് സെറമണി, വെഡിങ് സാക്രമെന്റിനകത്ത് ഇന്ന് കടന്നു വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, the first Peter chapter 3 verse 7, അവിടെ പറയുന്നത് പുരുഷന്മാര് അല്ലെങ്കിൽ ഹസ്ബൻഡ്സിന് വേണ്ടിയാണ് റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത്. മുടക്കം വരാത്ത പ്രാർത്ഥനയായിരിക്കണം കുടുംബജീവിതം. എപ്പോഴും നമ്മുടെ എല്ലാ സാന്നിധ്യത്തിലും, എല്ലാ ഇടപെടലുകളിലും, എല്ലാ ആലോചനയിലും ഒരു കാര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന. അത് മുടക്കം വരാത്ത പ്രാർത്ഥനയായിരിക്കണം കുടുംബജീവിതം. അതാണ് നിങ്ങളുടെ പപ്പയും മമ്മിയും പൂർവ്വപിതാക്കന്മാർ ഇനി നമ്മൾ മുമ്പോട്ടുള്ള രണ്ടാമത്തെ ഭാഗം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മുടക്കം വരാത്ത പ്രാर्थന, निरंतर जो प्रार्थना, कभी भी उसको ब्रेक नहीं होना चाहिए. ऐसा एक प्रार्थना, जब आप लोग अपने प्रभु को अपने साथ रखोगे, प्रभु को हर चीज में आपके सामने रखोगे, प्रभु को हर चीज में आपका फर्स्ट प्रायोरिटी दोगे, अब एंदो കാണാനായിട്ട് सर तब आपको देखने को मिलेगा, हर चीज में आपको प्रभु देखने को मिलेगा. That is how the family life starts. Now Shiji is from Satna and Sharon is from Bhopal. Both of you are, even though Shiji's grandparents from Kottanad and Sharon from Kollam district. When me and my wife, I am from Udaipur and my wife is from Delhi. About, even though she makes a sambar, I don't like it. Why? She puts lots of drumstick and I like lots of potatoes. The first thing you have to learn is sacrifice your things and love, enter into the love. Everything is an adventurous. Everything is going to be a very something is happening. Sacrifice is the first step to your family life. അതാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. രണ്ടാമതായിട്ട് അവിടെ ഏഴാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം ബഹുമാനമുണ്ടായിരിക്കണം. റെസ്പെക്ട്. Don't say in the early morning, good morning Shiji, good morning Shiji, good evening Shiji, good evening. No, that is not respect. Respect. Let me come back to Genesis. There it says a suitable companion is seen for Adam and even he is formed. Suitable companion എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ നമ്മളായിരിക്കുന്ന ലോകം നമുക്ക് പറഞ്ഞിരിക്കുന്ന സൂട്ടബിൾ കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുറമേ ഉള്ളതല്ല, പുറമെയാണ് നമ്മളെല്ലാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? Your beauty, your wealth, your character. But God is saying that നമ്മുടെ ഉള്ളിൽ ആണ് നമ്മൾ കാണുന്നത്, അല്ലേ? ആ ഉള്ളിൽ കണ്ട് നമ്മൾ പരസ്പരം അത് നമുക്ക് പോകാനായിട്ട് സാധിക്കുവാണെങ്കിൽ that is the second step that you have to follow in your life. Respect each other. മൂന്നാമത്തെ കാര്യമാണ് ബലഹീനതയിൽ നിങ്ങൾ എല്ലാവരും, you are both of you are having a weakness. What is that weakness? We don't. But now onwards, Sharon will know what is the weakness of Shiji, and Shiji will know what is the weakness of Sharon. And both the weakness, how you have to handle it, you have to handle by hand to hand. നിങ്ങൾ രണ്ടുപേരുടെയും ബലഹീനത മനസ്സിലാക്കി കൈത്തായി കൊടുക്കാനായിട്ടാണ് നോക്കുന്നത്, അല്ലേ? ഷിജി ബലഹീനത കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് ചെന്ന് തന്റെ ഭർത്താവിന്റെ ബലഹീനത പറയുന്നതല്ല ഒരു കുടുംബജീവിതം. ഷെറിൻ ഷിജിയുടെ ബലഹീനത കണ്ടുപിടിച്ച് തന്റെ കൂട്ടുകാരോട് പറയുന്നതല്ല കുടുംബജീവിതം, അല്ലേ? അപ്പോൾ ബലഹീനതയിൽ രണ്ടുപേരും ബലവാനായി തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് നിങ്ങളെ പൂർവ്വപിതാക്കന്മാരോട് അനുഗ്രഹിച്ച് വിടുന്ന ബലഹീനത ബലവാനായി തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, ബലവാനായി തമ്പുരാന്റെ കരങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വീക്ക്നെസ് അവിടെ വിൽക്കുവാനായിട്ട് നോക്കണം. ദൈവിക സന്നിധിയിൽ നാം എല്ലാവരും അവിടെ കടന്നു വരുമ്പോൾ ഇന്ന് ഈ ഒരു മാട്രിമോണിക്കകത്ത് മണവാളനും മണവാട്ടിയും അല്ലാതെ മണവാളന്റെ പാരൻസും മണവാട്ടിയുടെ പാരൻസും മണവാട്ടിയും മണവാളും അവരൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മൾ ജീവിച്ച സാഹചര്യമല്ല, നമ്മൾ വന്ന സാഹചര്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ.
അവർക്ക് മുറിവുകളും തെറ്റുകളും സംബന്ധിച്ചാൽ മണവാട്ടിയുടെ അമ്മയും പാരൻസും പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ, നിന്റെ ബുദ്ധി വെച്ച് ഈ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കും. അല്ലെങ്കിൽ മുറിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ അവിടുന്ന് നീങ്ങി പോരാ മോളെ എന്നല്ല. അതേപോലെ മണവാളനും തൻ്റെ ഈ ബലഹീനതയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുറുമുറുപ്പ് വന്നു കഴിഞ്ഞാൽ ദൈവം അവിടുന്ന് പാരൻസിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അവസാനത്തെ ആശീർവാദത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? തൻ്റെ അപ്പനെയും അമ്മേനെയും വിട്ട് തനിക്ക് ചേർന്നിരിക്കുന്ന സ്ത്രീയോടെ പറ്റിച്ചേരുന്നതാണ്. Now you are എന്താണ് ഷിജിക്ക് വേണ്ടി എന്താണ് ഇരിക്കുന്നത്? കൈസാനായിരിക്കുന്നത്. Don't take your pains to your parents. Parents, don't accept their pains. അവർക്ക് അവരുടെ കുടുംബജീവിതം ജീവിക്കാനായിട്ട് കൊടുക്കണം. അവരുടെ കുടുംബജീവിതം മനസ്സിലാക്കാനായിട്ട് കൊടുക്കണം. നിങ്ങളെ നിയന്ത്രിച്ചത് ആരാണ്? ബലവാനായ തമ്പുരാനായിട്ട് അവിടുന്ന് പറയാനായിട്ട് സാധിക്കണം. അതാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രയർഫുൾ ലൈഫ്, ബലഹീനതയും രണ്ടുപേരും കഴിക്കാനാകണം. പരസ്പരം റെസ്പെക്ട് കൊടുത്ത് ദൈവിക സന്നിധിയിൽ നിങ്ങൾ രണ്ടുപേരും നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ, നിങ്ങൾക്ക് ദാനമായിട്ടൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. അനുഗ്രഹിച്ച് മുമ്പോട്ട് പോകണം മക്കളെ. നല്ല കുടുംബജീവിതം കൂടെ ആസ്വദിക്കണം. ലെറ്റ് യുവർ പാരൻസ് ആൻഡ് ലെറ്റ് us bless that. നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ആനന്ദമായിട്ട് കഴിയുമ്പോൾ, സുഖത്തോടെ കഴിയുമ്പോൾ പപ്പയുടെയും മമ്മിയുടെയും കണ്ണുനീരിന് അർത്ഥം വരുന്നു. ആ ഒരു അനുഗ്രഹം ദൈവം തമ്പുരാൻ നിങ്ങളോട് നടത്തി വഴി നടത്തട്ടെ. ദൈവിക കൃപയിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ബ്ലെസ് ചെയ്യാനായിട്ടാണ് വന്നത്. ഇവിടെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മനസ്സിനകത്ത് ഇവിടെ ഒരിക്കലും പറയാൻ സാധ്യമാകില്ല. വെള്ളം വരാൻ താമസിച്ചു പോയല്ലോ, ഭക്ഷണത്തിന് ഉപ്പ് കൂടിപ്പോയല്ലോ, വെള്ളത്തിന് കറിയില്ല അല്ലെങ്കിൽ കൂടിപ്പോയല്ലോ എന്ന് പറയാനല്ല. നാം ഇന്ന് വന്നിരിക്കുന്ന ഇന്ന് കൂദാശയാകുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിപ്പാൻ തക്കോണം ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നതിന് ബഹുമാനപ്പെട്ട തോമസ് പ്രിയച്ചനോട് വികാരിച്ചതിനുള്ള നന്ദി സ്നേഹമായ സമയം അറിയിച്ചു. താങ്ക് യു. God bless dear Rachan, and the words were not just for your couple but all of us. God bless you dear Rachan more and more. And to bind us with love, the choir would rise and sing, "O perfect love." No
It is only through love that we can get one. And if love has to run through our life, it is only through prayers that it can be made possible. And it's not just the prayers of the priest, but prayers of everyone that makes it a blessing. I would request everyone to raise your places to pray for this couple. And beloved Virendra, in the Pirivatavade, Alpasame, Namanaya, Sattipudi, the Market. In Jesus' name we pray. Amen. Second part says. തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷവും ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങളോടുകൂടെ അവരുടെ സ്തുതിയും സ്തോത്രകരേയും ചെയ്യുമാറാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പൂർവ്വപിതാക്കന്മാരെ വാഴ്ത്തതാ ദൈവം നമ്മളെ വാഴ്ത്തുവാനായി പ്രാർത്ഥിക്കുന്നതായ ഈ സമയത്ത് കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് വരിക്കുകയും അതിനെ സ്വീകരിക്കുന്നതായ സമയത്ത് ദൈവ കൃപ ചെയ്യണമേ ചൊല്ലി കുരിശ് വരിക്കുകയും ചെയ്യും. ഓ വിശുദ്ധവാഴ്ത്തിയ Hallelujah.
ദൈവമായ കർത്താവേ, ഇവിടെ അടുത്ത് വന്നാൽ നിന്റെ കരുണയുടെ കീഴിലും കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ മക്കളെ നീ വാഴ്ത്തണമേ. ഇവ തങ്ങളുടെ സകല പ്രവൃത്തികളിൽ ഒത്തവരായിരിക്കാൻ ഇവരെ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരും അവതരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. നിന്റെ ആത്മീയ മന്ത്രത്തോടത്തും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനയുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ വീക്ഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പേ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ
മശിഹായിലെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും ഇതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാൻ മഹത്വമുള്ളതായും മാലിന്യവും കറയുമില്ലായ്മയും സമയമായ യാതൊന്നുമില്ലാതെ വിശുദ്ധ നിഷ്കളങ്കമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരം എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരീ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിൽ ദൈവത്തിന്റെ ജീവനുള്ള വചന അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ പ്രസംഗമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ജീവന്റെ വചനമായും കാലത്ത് വിവാഹ ജീവിതത്തെ പറ്റി പ്രകാരം പറഞ്ഞു. ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവനെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ ചെന്നു അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തൻ തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാണെന്ന് പോയി ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അറിയിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്കിരിക്കാം.
നാശമില്ലാത്ത നിങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും തോറ്റുപോകാതെ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാശമില്ലാത്ത ആഗ്രഹിച്ച അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിയുടെ സ്തുതി അറിയിച്ചുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകുക. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയപ്പെടുന്ന കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വളർത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാള കൊണ്ട് നിങ്ങളുടെ മണവാളനെ മുതലിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആ ദുർഗസായുടെ വചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുടെ മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്താൽ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നമ്മുടെ സർവസംഘത്തെ വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനെ നാം സ്തുതികരേറ്റുകയും ചെയ്യണം. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
വാഴ്ത്തുക ഇവരെ ജീവിതകാലം വെളിവിലോകേ നീ. വാഴ്ത്തിയിടണമേ ഇഹ പരലോകേ വാഴ്വാൻ ഇവരെ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. We have a custom received from our holy fathers and entrusted to us by our reverend predecessors of exhorting the believers as we are all assembled in the house of God. We must firmly fit these persons, bride and bridegroom, standing before us, that they should be diligent in truth and justice and zealous in all good works. Now, bride and bridegroom, remember that you stand before God's holy altar, before the throne of our Lord Jesus Christ and His holy table, before the cross, before the holy gospel, before the congregation, and in the presence of God who knows the thoughts of every heart. From this time onwards, we have united you to each other. May God be the judge between you and us. We shall be free from blames for anything you do contrary to the divine law. May God's mercy and blessings be upon the priests, the deacons, and the believers, the bride and the bridegroom, the guest and the host. May the right hand of our Lord Jesus Christ be upon us all forever. Believers know that this commandment is to you all, that each husband and wife, you should always keep in mind the right relationship towards his wife. For she has left all her kindred to join her husband. Therefore, he must love and cherish her. He must not, or even if he has to go naked, feed her even if he has to go hungry, and give her drink even if he is thirsty. Each wife must also behave towards her husband in the same manner as he does towards her, and honor him accordingly. She must treat him with love and affection in all things. May the grace of our Lord Jesus Christ be upon us you all forever. Amen. So I invite the couple, Sharon and Shiji, to walk ahead to the table. God has united you as husband and wife on this day, the 24th April 2025. You are no longer two, but one. Christian family life is a great privilege and responsibility. Therefore, love one another, respect each other, be tolerant, be forgiving, hate evil, hold on to all that is good. Be patient in tribulation, be constant in family prayer, be diligent in studying the Word of God. This is the gift given by the church for your redemption and restoration of your family life. Practice charity and hospitality. Do always what is noble in the sight of all. Be active participants in corporate worship and regular partakers of Holy Communion in the Martha Church and other churches which is associated with our church. May God help you to rejoice in such a blessed Christian family life. Remember that you are stewards of God in wealth, time and talents. Therefore,
set apart a portion of your income for the needy and the poor and for the mission of the church, at least 1/10 of your income. When you are blessed with children, nurture them in the love of God. May God Almighty help you to rejoice in such a blessed Christian family life. പ്രാർത്ഥിക്കാം. അദൃശ്യവാനാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗത്തിലെ അപ്പാ, നീ ഞങ്ങളുടെ ദൈവം, നീ ഞങ്ങളുടെ സമാധാനം, നീ ഞങ്ങളുടെ കോട്ട. ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കൃപാത്തിൽ സമർപ്പിക്കുന്ന നാഥ കർത്താവേ, ഇന്ന് പ്രത്യേകമായി നിന്റെ കുഞ്ഞുങ്ങളെ നീ കൂട്ടി യോജിപ്പിച്ചു. ബലഹീനരാകുന്ന അടിയങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടി നിന്നതിനായി ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ജോർജാന് വേണ്ടി വീരമാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകൾക്ക് മുൻപ് ഈ ദേശത്തേക്ക് വന്നു. കർത്താവെ, ദേശത്ത് പ്രവർത്തിപ്പാനെ കൊണ്ട് ഇടയായി മകനെ നൽകി അവന് കൊടുത്ത ജീവിതത്തിനായി ശ്രമിക്കുന്നു. അതുപോലെ ഭോപ്പാലിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവെ, അനേക നാളുകളായി അടിയങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ദൈവമേ നീ നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ചേരേണ്ടതിനെ തന്നെ കൂട്ടിച്ചേർക്കുവാൻ കഴിവുള്ള കർത്താവ്, ഞങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രാർത്ഥനകളുടെ മറുപടി നൽകുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിപ്പാനുള്ള ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർ നല്ല സ്വഭാവമുള്ളവരായി, സാക്ഷ്യമുള്ളവരായി, പിതാക്കന്മാർ മാതാക്കന്മാർ കാണിച്ചതാകുന്ന പാതയിൽ കൂടെ കർത്താവിന്റെ ഇമ്പകരമായ ശബ്ദത്തിനനുസരിച്ച് സാക്ഷ്യമുള്ള കുടുംബജീവിതത്തിനായി നിന്റെ മക്കളെ നീ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. അവരെ ഇവിടെ കൂട്ടിച്ചേർത്ത മാതാപിതാക്കന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മുട്ടിന്മേലുള്ള പ്രാർത്ഥനകളുടെ ഫലം കർത്താവെ ഇന്ന് കണ്ടെത്തുവാൻ കൊണ്ട് ഇടയായല്ലോ. ഇന്ന് ഈ കല്യാണം ഇരുന്ന് കടന്നു വന്നിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദൂരത്ത് നിന്നും ചാരത്തു നിന്നും കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇതൊരു ആഘോഷമായി കാണരുത്. ഞങ്ങളിൽ നിന്നൊരു വലിയ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ ഓർമ്മയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുവാനും സ്വർഗത്തിലെ അപ്പച്ചാ അവിടുത്തെ വലിയ കരം കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടതായ ഏടവേലിയായ തോമസ് അച്ഛനോടും മറ്റു പ്രിയപ്പെട്ട അച്ഛന്മാരോടും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച ഈ സന്തോഷത്തിന്റെ കൂട്ടായ്മയിലായിരിക്കാനുള്ള അവസരത്തിനായി ശ്രമിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവെ, വഴി നടത്തുന്ന ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇനിയും അനുഭവിപ്പാന്റെ കൊണ്ട് നിന്റെ മക്കൾക്ക് നീടിയാക്കണം. സകലവും കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആകാശവും ഭൂമിയും കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സമർപ്പിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. I request the congregation to sit once again, the last time. Towards my right, we have Ronald Raju Achin, the North India MTA coordinator. And next to Achin is Reverend N. Matthew, known as Joypati Achin from Sivarasam. And towards my left is Reverend Goshi Gurin, who gave a good message not only to you all but to himself also. May he eat more drumsticks than other potatoes. And we have the assistant vicar of the Bhopal St. Peter's Martyr Church. And along with Achin, we bring best wishes from the vicar, Reverend K.C. Santosh Achin also. And we have Evangelist Ajay, Evangelist Shibu. And along with us, we also have Evangelist P.V. Varghese sir, Ajin sir, who was a former evangelist. And Kunwan Chen from Kioras. So, and the most vivid and the most awaited personality of this evening was Reverend Dr. C. Varghese Achin. Thanks God for giving him help to come so far and conduct a nice service and a profound prayer. Let's give a big hand to this Achins with a marvelous job for them. Along with the priest and the evangelist, the choir sang very well. Appreciation to Dr. Anup sir, Sumod sir and the team in singing melodious song. God bless you all. Now the choir would sing a blessing song, and when they sing the song, I would request Mr. P.J. Mathai and Mr. M.M. Abraham to come in.
ഇസ്രായേലിന്റെ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും आइए हम सब खड़े होकर ये ब्यूटीफुल कपल के लिए जोर से ताली मारते हैं। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। दुख में सुख में एक दूजे का रखना सदा ख्याल। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। जोड़ा जिसने तुम दोनों को प्यार के बंधन में। जोड़ा जिसने तुम दोनों को प्यार के बंधन में। रक्षा करेगा तुम दोनों की हर पल जीवन में। तुम भी हमेशा जाहिर करना उसका सदा जलाल। तुम भी हमेशा जाहिर करना उसका सदा जलाल। दुख में सुख में एक दूजे का रखना सदा ख्याल। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। सदा निभाना हर मुश्किल में एक दूजे का साथ। सदा निभाना हर मुश्किल में एक दूजे का साथ। जीवन राहें ऊंची नीची पर ना छोड़ना हाथ। एक दूजे को हाथ बढ़ा कर लेना सदा संभाल। एक दूजे को हाथ बढ़ा कर लेना सदा संभाल। दुख में सुख में एक दूजे का रखना सदा ख्याल। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। तुम दोनों की जोड़ी बनाई रब ने बड़ी कमाल। फूलो फलो और बढ़ते जाओ वैसी और करम। फूलो फलो और बढ़ते जाओ वैसी और करम। खुशहाली और खुशियाँ पाओ वैसी और करम। प्यार मोहब्बत और वफा। वादा जो किया मैं निभाऊंगा सदा। वादा जो किया मैं निभाऊंगा सदा। जिस तरह मेरे परमेश्वर ने साथ मेरा दिया। जिस तरह मेरे परमेश्वर ने साथ मेरा दिया।
जो किया स्वार्थ ना हो शर्त ना हो प्यार ऐसा करूं हर कमी को प्यार से मैं दिल से पूरा करूं हर खुशी हर गम में तेरा हाथ थामे रहूं हर कदम पे बन के ताकत साथ चलता रहूं जो गलती हो अगर माफ कर दो उस तरह जिस तरह मेरे परमेश्वर ने है माफ मुझको किया वादा जो किया है घर हमारा प्यार से ही बने जिंदगी में अब हमारी खुदा ही पहले रहे सारे सपने सारे अरमां साथ पूरे करे एक हुए हैं एक रहेंगे ये आज वादा करे करे इतना प्यार हम जो कभी ना हो खत्म
Well, maybe there's a God above, but all I've ever learned from love was how to shoot somebody who'd outthrew you. And it's not a cry that you hear at night. It's not someone who's in the